Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടോപ്പിക്കും സിലബസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതില് നമ്മള് 6 യൂണിറ്റ്സ് ആണ് ഉള്ളത്, 6 ചാപ്റ്റേഴ്സ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ആവും. ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ എല്ലാവരുടെയും വോയിസ് ഞാൻ മ്യൂട്ട് ആക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. കാരണം ഇപ്പൊ ക്ലിയർ ആണോ? വോയിസ് ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് പയ്യെ എല്ലാവരെയും പരിചയപ്പെടാം. എന്റെ പേര് അപർണ എന്നാണ് കേട്ടോ. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് അപർണ എന്നാണ്. ഇനി വരുന്ന ഒരു 4 months നിങ്ങളുടെ ഫാക്കൽറ്റി ആയിരിക്കും. HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഞാൻ ഫസ്റ്റ് എടുക്കുന്ന യൂണിറ്റിലെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ആദ്യത്തെ കുറച്ച് ദിവസം ഈ ഒരു പ്രശ്നം ഉണ്ടാവും കുട്ടികൾക്ക്. മ്യൂട്ട് ആവാനായിട്ട് ചിലർ മ്യൂട്ട് ആവാൻ വിട്ടു പോകും. നമ്മൾ ഫുൾ മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോയിസ് ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, അതേപോലെ വോയിസ് ഡിസ്റ്റർബൻസോ വീഡിയോ കാണാതെ വരെയൊക്കെ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന PDF കാണുന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എല്ലാവരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നവരാണോ അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളുണ്ടോ? സയൻസിൽ നിന്നുള്ളവരുണ്ട്. സയൻസുകാരൊക്കെയോ? യെസ്, 1 minute കേട്ടോ. 1 minute. ഇനി വോയിസ് ക്ലിയർ ആണോ എന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നോക്കാം കേട്ടോ. ഇനി വോയിസിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയാം. കാരണം ഓക്കെ, ക്ലിയർ ആണ്. ഓക്കേടാ. സോ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നമുക്ക് കുഴപ്പമില്ല. സയൻസിൽ കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. നമ്മള് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആണ്.
അല്ലെ? നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഏറ്റവും എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള നമുക്ക് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത അസറ്റ്സ് ആണ് ആര്? എംപ്ലോയീസ്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. നമുക്ക് എത്ര വാല്യൂല് നമുക്ക് അവരെ അളക്കാൻ പറ്റില്ല, മണിയിൽ അളക്കാൻ പറ്റില്ല. സോ ഇവരുടെ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്താലാണ് നമ്മുടെ ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് നല്ല സക്സസ്, നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം, എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, റിക്രൂട്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എഫക്റ്റീവ് ആയിട്ട് അവരെ മാനേജ് ചെയ്ത് അവരുടെ കഴിവിനനുസരിച്ചുള്ള ടാസ്കും കാര്യങ്ങളും നമ്മൾ ഓരോ എംപ്ലോയീസിനും അസൈൻ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെയുള്ള ഹ്യൂമൻ ബീങ്സിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് കാര്യങ്ങൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തില് നമ്മുടെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് തോന്നുന്നു 140 അടുപ്പിച്ച് സ്റ്റാഫുകളുണ്ട്. 140. സോ ഇത്രയും പേര് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ HR അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. സോ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ പ്രോപ്പർ ആയിട്ടുള്ള ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്കറിയാം, നമുക്ക് ഈ ഓരോ ഇൻഡിവിജ്വലും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്, ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. സോ ഇവരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. സോ പ്രോപ്പർ ആയിട്ട് ഇവരെ മാനേജ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസ് എന്താണോ, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യാണ്? യൂട്ടിലൈസ് ചെയ്യാണ്. ഇനി നാളെ നിങ്ങളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിരിക്കും ഫസ്റ്റ് നിങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, നമുക്ക് വേണ്ട ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിരിക്കും. സോ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിലേക്ക് എന്താന്ന് പറയാം. The human resource management is primarily concerned with the management of peoples. വ്യക്തികളെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. മാനേജ്മെന്റ് ഓഫ് പീപ്പിൾസ്, മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. നമ്മൾ ജസ്റ്റ് വിചാരിക്കും ആ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾസ് അതെ എന്ന്. നമുക്ക് മെഷീൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം അവർക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാനായിട്ട് ചിന്തിക്കുകയുമില്ല, അതേപോലെ ജീവനില്ല. പക്ഷെ ഹ്യൂമൻ ബീങ്സിനെ ഹാൻഡിൽ ചെയ്യാൻ നല്ല ടാസ്ക് ആണ്. കാരണം നമ്മൾ ഒരു വ്യക്തിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിനെ ഹാൻഡിൽ ചെയ്യുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈവൻ ഇഫ് നമ്മളൊരു സെയിം അല്ലെങ്കിൽ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സോ അപ്പൊ ഓരോ ഹ്യൂമൻ ബീങ്സിനെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അപ്പൊ ദ മാനേജ്മെന്റ് ഓഫ് ദ പീപ്പിൾ വിത്ത് ഇൻ ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള വ്യക്തികളെ മാനേജ് ചെയ്യുക. ഫോക്കസിങ് ഓൺ പോളിസീസ് ആൻഡ് സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പോളിസീസിനനുസരിച്ച് അവർ പോകുന്നുണ്ടോ, നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്ന രീതിയിലാണോ അവർ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യും. The overall purpose of human resource is to ensure that organization can achieve success through people. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് സക്സസ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നത് ഇതിലൂടെ മാത്രമാണ്. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇവരെ മാനേജ് ചെയ്യുക, വ്യക്തികളെ മാനേജ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഓർഗനൈസേഷണൽ സക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ നമ്മൾ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുമ്പോൾ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. എംപ്ലോയീസിനെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷനിൽ എന്ത് വർക്കാണ് ചെയ്യുന്നത്, അവർക്ക് എന്തെല്ലാം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായ ഒരു ധാരണ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ദെൻ അത് കൂടാതെ എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് ഉണ്ട്, വേജസ് ആൻഡ് സാലറി, അതർ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എംപ്ലോയി റിക്രൂട്ട്മെന്റ്, ഓരോ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യണം. നമ്മൾ സ്ഥാപനത്തിലേക്ക് വേണ്ട എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിനെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ ഒരു
പുതുതായിട്ട് ഫ്രഷറിനെ കമ്പനിയിലേക്ക് എടുക്കുമ്പോൾ അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. പെർഫോമൻസ് അപ്രൈസൽ, നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തു, അവർക്ക് ജോബ് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജോബ് നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുക. പെർഫോമൻസ് അപ്രൈസൽ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ വേർഡായിട്ട് തോന്നിയെങ്കിലും ജോബ് ഇവാലുവേഷൻ തന്നെയാണ്. അവർ ചെയ്യുന്ന വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ആൻഡ് റിവാർഡ് മാനേജ്മെന്റ്, റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേണെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവാർഡ് എന്ന് പറയുന്നത്. റിവാർഡ് മാനേജ്മെന്റ് സച്ച് ആസ് മാനേജിംഗ് പേ ആൻഡ് എംപ്ലോയി ബെനിഫിറ്റ് സിസ്റ്റം, നമ്മുടെ എംപ്ലോയീസിന് വേണ്ട ബെനിഫിറ്റ്സും അതേപോലെ തന്നെ പേ സ്കെയിൽ, സാലറീസ് ആൻഡ് വേജസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരുന്നത്. എല്ലാവർക്കും ടെസ്റ്റ് കിട്ടിയോ? കിട്ടി. ഓക്കെ, അപ്പൊ ടെസ്റ്റിൽ നിങ്ങൾ നോക്കാം. ചാപ്റ്റർ 1 ആണ്, ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഫസ്റ്റ് പേജിൽ നമ്മൾ മീനിങ് പറയുന്നുണ്ട്. ഞാൻ ഈ മീനിങ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് ക്യാൻ ബി, ഓക്കെ, ടെസ്റ്റ് കിട്ടാത്തവര് നമ്മൾ ഈ PDF കറക്റ്റ് ആയിട്ട് നോക്കുക. ടെസ്റ്റ് എടുത്തതിന് പെട്ടെന്ന് നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. Then നമ്മൾ നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് ആണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്. പ്ലാൻ ചെയ്യുക, എത്ര ഹ്യൂമൻ റിസോഴ്സ്, നമുക്ക് എത്ര റിസോഴ്സുകൾ വേണം, എത്ര ഹ്യൂമൻ റിസോഴ്സ് വേണം, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് കറക്റ്റ് ആയിട്ട് പോകാനായിട്ട് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിന് വേണം, അവരെ ഓർഗനൈസ് ചെയ്യുക, അവർ ഓരോരുത്തർക്കും അവരെ ഓർഗനൈസ് ചെയ്യുക. ദെൻ ഡയറക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളും കൊടുക്കുക. ഓരോ എംപ്ലോയീസും എന്തൊക്കെ വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനുള്ള ഡയറക്ഷൻസ് കൊടുക്കുക. കൺട്രോളിങ്, അവരെ കൺട്രോൾ ചെയ്യുക. അവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. അതിലൂടെ ജസ്റ്റ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓരോ എംപ്ലോയീസും ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഞാനിപ്പോ ഒരു ഫാക്ടറിയിൽ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഈ ഫാക്ടറിയിലെ ലേബേഴ്സ് ആണ് വിചാരിക്കും. അപ്പൊ അവര് ഓരോ ദിവസം ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടാവും. അപ്പൊ ഒരു എംപ്ലോയി, ന്യൂലി റിക്രൂട്ട് ആയിട്ടുള്ള എംപ്ലോയി ആണ്, 100 യൂണിറ്റ് ആണ് ടാർഗറ്റ്. അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം 80 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് മനസ്സിലായി അവിടെ ഒരു 20 യൂണിറ്റിന് ഷോർട്ടേജ് വന്നിട്ടുണ്ട്. നമ്മൾ കൺട്രോളിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ ഡിഫറൻസ് കണ്ടെത്തി ആ എംപ്ലോയിക്ക് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കും. യൂണിറ്റ്സ് കൂടി പ്രൊഡ്യൂസ് ചെയ്താലാണ് നമ്മുടെ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മോട്ടിവേഷൻ കൊടുക്കും. ദെൻ അവർ വർക്ക് ചെയ്യുന്നതിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, കോമ്പൻസേഷൻ പേ ചെയ്യണം. റൈറ്റ് എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷനിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ് ആര്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ആണ് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ട കറക്റ്റ് പേ സ്കെയിലും കറക്റ്റ് ആയിട്ടുള്ള റെഗുലറേഷനും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഡെവലപ്മെന്റ്, നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സ്ഥാപനത്തിലെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അറിവുണ്ടാവില്ല. സോ നമ്മൾ അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇന്റഗ്രേഷൻ ആൻഡ് മെയിൻ്റെനൻസ്, നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേഷൻസ് വരും അല്ലെ, മെഷീൻസിനാവട്ടെ, നമ്മുടെ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ ആയാലും സോഫ്റ്റ്വെയർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ എംപ്ലോയീസിന്റെ കാര്യത്തിലും അവരെ മെയിൻ്റെനൻസും കാര്യങ്ങളും നോക്കണം. എന്ന് വെച്ചാൽ മെഷീൻസിന്റെ മെയിൻ്റെനൻസ് പോലെ അവർക്ക് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് വരും. ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് in order to, നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, in order to achieve organizational and social and individual objectives. നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് വെച്ചാൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി അതുവഴി നമ്മുടെ സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ പ്ലാനിങ് ആണ്. നമുക്ക് എത്ര
നമ്മൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ എത്ര നമ്പർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് വേണം, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം, അവരെങ്ങനെ അവരെ ഓർഗനൈസ് ചെയ്യണം. സ്റ്റാഫിംഗ് ആൻഡ് സെലക്ഷനിലൂടെ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലൂടെ അവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അവർക്ക് ഓർഗനൈസ് ചെയ്യുന്നു, അവർക്ക് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളും കൊടുക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, പ്രോപ്പറായിട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്നു, ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്നു, ഇന്റഗ്രേഷൻ ആൻഡ് മെയിൻ്റെനൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക, അതുവഴി അവരുടെ സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യട്ടെ. ഓക്കെ, ഒരു എംപ്ലോയിനെ ഒരു സ്ഥാപനം റിക്രൂട്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ സക്സസ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ മെയിൻ സക്സസ് അച്ചീവ് ചെയ്യുക, അല്ലെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള. നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഇൻഡിവിജ്വലിന് നമ്മൾക്ക് കറക്റ്റ് എമൗണ്ട് സാലറി വേണം. നമ്മുടെ മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിരിക്കും നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ് നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ വർക്ക് ചെയ്യുന്നതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ മോട്ടിവേറ്റ് ആവുള്ളൂ. എല്ലാ എംപ്ലോയീസും എല്ലാ ഇൻഡിവിജ്വൽസും അങ്ങനെ തന്നെയാണ്. നമുക്ക് കറക്റ്റ് സാലറി, കറക്റ്റ് എമൗണ്ട് നമുക്ക് തരുന്ന ഒരു സ്ഥാപനത്തിലാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല താല്പര്യമായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമായിരിക്കില്ല. അപ്പോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാതെ വരുമ്പോൾ ലേബർ ടേൺ ഓവേഴ്സ് സംഭവിക്കും. നമുക്ക് ഇൻട്രസ്റ്റ് കുറയും, ആ സ്ഥാപനത്തിൽ പോകാനായിട്ട് ഇൻട്രസ്റ്റ് കുറയും, ലേബർ ടേൺ ഓവർ സംഭവിക്കും. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലേബേഴ്സ് കുറഞ്ഞു പോകുന്ന അവസ്ഥയെയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. സ്ഥാപനത്തിൽ നിന്ന് എംപ്ലോയീസ് എന്ത് ചെയ്യും? പിരിഞ്ഞു പോകും. എംപ്ലോയീസ് വരും, പോകും, അങ്ങനെ ഒരു രീതി. അപ്പൊ ലേബർ ടേൺ ഓവേഴ്സ് വരും. അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് പേ ആൻഡ് റൈറ്റ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, നല്ല രീതിയിൽ നമ്മൾ അവരുടെ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മളുടെ എംപ്ലോയീസ് എന്ത് ചെയ്യില്ല? നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകില്ല. സോ നമ്മുടെ എംപ്ലോയീസിന് നല്ല രീതിയിൽ ട്രീറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് കൺസെപ്റ്റ് ഓഫ് HRMലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ HRM എന്ന് പറയാറുണ്ട്, HR എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടാവും അല്ലെ? HR ഡിപ്പാർട്ട്മെന്റ്, HRM എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടോ? വർക്ക് ചെയ്യുന്ന ആരില്ലോ? വർക്കിംഗ് ഓക്കെ, വർക്കിംഗ് ആയിട്ടുള്ളവരോടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ഇല്ല. ചിലപ്പോ അത് സ്മോൾ സ്കെയിൽ ആയിരിക്കും, ചെറിയതായിരിക്കും. അപ്പം നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റല് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഏതെല്ലാം എംപ്ലോയീസിനെ ഏതെല്ലാം പോസ്റ്റിലേക്കാണ് പ്ലേസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിരിക്കും. അതല്ല ഒരു IT കമ്പനിയാണെന്ന് വിചാരിക്കും, ഒരു കമ്പനി ആണെങ്കിൽ അവിടെയും എന്തുണ്ടാവും? ഒരു IT കമ്പനി ആണെങ്കിൽ അവിടെ ഉണ്ടാവും. ഇനി ഒരു ഫാക്ടറിയുടെ കേസിലാണെങ്കിൽ മെയിൻലി എന്താണ്? അവിടെ HR ഡിപ്പാർട്ട്മെന്റ് കമ്പൽസറി ആയിട്ടുണ്ടാവും. എന്നുവെച്ചാല് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഫാക്ടറിയിലൊക്കെ മെഷീൻസ് ആണ് ഇപ്പോ മിക്ക ഫാക്ടറിയിലെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന എംപ്ലോയീസ് കൂടുതലാണ്. സോ അവിടെ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലായിടത്തും ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കൂടിക്കൂടി വരാണ്, എല്ലാ സ്ഥാപനങ്ങളിലും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുകൾ കൂടുതലാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിന് എണ്ണം കൂടുതലാണ്. HR മാനേജർ ആണ്, ഞാൻ എന്റെ ഫേമിൽ HR മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാന്ന് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് HRMൽ കുറച്ച് മോഡൽസ് ഉണ്ട്. കുറച്ച് മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഇത്തിരി ടഫ് ആയിട്ടുള്ള പോർഷൻ ആണ് HRMന്റെ മോഡൽസ് എന്ന് പറയുന്നത്. ബാക്കി വരുന്നതെല്ലാം ഈസിയാണ്, ഇത് മാത്രമാണ് കുറച്ച് ടഫ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്
HRM or HR is a strategic approach to effective management of people. നമ്മൾ എംപ്ലോയീസിനെ നല്ല എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. Effective management of the people in a company or organization. നമ്മുടെ കമ്പനിയിലും ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക, ആസ് സച്ച് ദാറ്റ് ദേ ഹെൽപ് ദ ബിസിനസ് ടു ഗെയിൻ എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ അതുവഴി നമ്മുടെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത് വഴി നമ്മൾ അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ കമ്പനിക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് അറ്റൈൻ ചെയ്യുക, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക. It is designed to maximum employee performance in service of a employer strategic objectives. എന്തിനു വേണ്ടിയിട്ടാണ് HRM ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? മാക്സിമം എംപ്ലോയീസ് പെർഫോമൻസിന് വേണ്ടിയിട്ട്. നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അവർ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുവഴി നമ്മുടെ കമ്പനിയുടെ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക. It is designed to be maximum employee performance in the service of an employer strategic objectives. അതുവഴി നമ്മുടെ എംപ്ലോയറിന്റെ എന്താണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HR ഡിപ്പാർട്ട്മെന്റ് മെയിൻലി ഉള്ളത്. നമ്മൾ പറഞ്ഞത് എന്താണ് HRM എന്ന് പറഞ്ഞു, എന്താണ് HRM മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. HRM മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ആണ്. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ എന്താ പറയാ, നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, അവരുടെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അവർ നല്ല രീതിയിൽ നമ്മൾ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുക. അതുവഴി നമ്മൾ എന്ത് ചെയ്യുക, ഓർഗനൈസേഷന്റെ സക്സസ് അച്ചീവ് ചെയ്യുക. The scope of HRM is very wide. HRMന്റെ സ്കോപ്പ് എന്ന് ഒരുപാട് ഭയങ്കര വൈഡ് ആണ്. ഒത്തിരി ഇപ്പം മിക്ക സ്ഥാപനങ്ങളിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. HR ഡിപ്പാർട്ട്മെന്റിൽ HR മാനേജർ, HR അസിസ്റ്റന്റ്, HR അസിസ്റ്റന്റ് മാനേജർ, HR അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. This is concerned with the manpower planning. ഇത് എന്തായിട്ട് റിലേറ്റഡ് ആണ്? മാൻപവർ പ്ലാനിംഗ് ആയിട്ട് റിലേറ്റഡ് ആണ്. റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, ലേ ഓഫ്, റിട്രീറ്റ്മെന്റ്, റെമ്യൂണറേഷൻ, ഇൻസെന്റീവ്സ്, പ്രൊഡക്ടിവിറ്റി. ജസ്റ്റ് ഞാൻ കുറച്ച് വേർഡുകൾ പറഞ്ഞ് റീഡ് ചെയ്തുള്ളൂ, ഓരോന്നായിട്ട് നമുക്ക് പറയാം. മാൻപവർ പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ എത്ര ഇൻഡിവിജ്വൽസിന് വേണം, നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇൻഡിവിജ്വൽസിന് വേണം എന്നുള്ളതാണ് മാൻപവർ പ്ലാനിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സെലക്ഷൻ, ഒരു എംപ്ലോയി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ്. ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുക എന്നതാണ് മെയിൻ ആയിട്ട്. മാക്സിമം ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നതാണ് റിക്രൂട്ട്മെന്റിന്റെ ഫംഗ്ഷൻ. ദെൻ വരുന്നതാണ് സെലക്ഷൻ. നമ്മൾ റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിൽ നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് വേണ്ട എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അവർ നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ്ഡ് ആക്കും. ഇന്ന പോസ്റ്റ് റൈറ്റ് എംപ്ലോയിനെ റൈറ്റ് പ്ലേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ജോബ് അസൈൻ ചെയ്യും. ദെൻ വരുന്നതാണ് ട്രാൻസ്ഫർ. ചിലപ്പോ നമ്മൾ സെയിം ലെവലില് ഇപ്പൊ ഒരു ബ്രാഞ്ച് മാനേജറിന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാനേജർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പ്രമോഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫറിന്റെ സമയത്ത് നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ്സും കാര്യങ്ങളും മാറുന്നില്ല, സ്റ്റാറ്റസ് ഒന്നും മാറുന്നില്ല. ബട്ട് പ്രമോഷന്റെ സമയത്ത് നമ്മുടെ സ്റ്റാറ്റസിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ലോവർ എംപ്ലോയിനെ ഹയർ ലെവലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും, റെമ്യൂണറേഷൻ സ്കെയില്, സാലറി സ്കെയില് മാറ്റം വരാറുണ്ട്. പ്രമോഷന്റെ കേസിൽ നമുക്ക് സ്റ്റാറ്റസ് കൂടും, അതേപോലെ തന്നെ റെമ്യൂണറേഷൻ കൂടും.
ദെൻ നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട് മാത്രമല്ല ചെയ്യുന്നത്, അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ദെൻ ലേ ഓഫ് ആൻഡ് റിട്രീറ്റ്മെന്റ്. ലേ ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിട്രീറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടലുണ്ട്. നമ്മൾ ആ എംപ്ലോയർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുന്നു, പിരിച്ചയക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള റീസൺസും കാര്യങ്ങളും പറയണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പിരിച്ചുവിടുന്നത്, കാര്യങ്ങളൊക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും റെമ്യൂണറേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാണെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. ദെൻ റെമ്യൂണറേഷൻ, പ്രതിഫലം കൊടുക്കണം, കറക്റ്റ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കണം. അതേപോലെ ഇൻസെന്റീവ്സ്, നല്ല രീതിയിൽ അവർ പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് റൈറ്റ് ഇൻസെന്റീവ്സ്, ബോണസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. പ്രൊഡക്ടിവിറ്റി, നമ്മൾ അവരെ എംപ്ലോയീസിനെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ജോബ് അസൈൻ ചെയ്തു എന്ന് മാത്രമല്ല, നമ്മൾ അവരെ മാക്സിമം എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മൾ എംപ്ലോയീസിനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, ഒന്ന് മീനിങ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് HRM ഒന്ന് വായിച്ചു നോക്കും. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ, നമ്മള് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം, പണ്ടാണെങ്കിൽ കുട്ടികളുടെ മുഖം നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ആണ്. നിങ്ങൾക്ക് ടോപ്പിക് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഇനി വരുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. മോഡൽസ് ഓഫ് HRM ആണ്. ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസിന്റെ മോഡൽ, ഇയറും കാര്യങ്ങളും ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, 1 മിനിറ്റ്. ബുക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ PROs, അവരുടെ നമ്പർ ഉണ്ടാവും. PROസിന്റെ നമ്പർ ഉണ്ടാവും. PROസിന്റെ നമ്പർ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം. റിട്രീറ്റ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടലാണ് കേട്ടോ. PROസിനോട് കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾ ബുക്കിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് അത് പോസ്റ്റ് ആയിട്ട് അയച്ചു തരും. ഓക്കെ, ടീച്ചേഴ്സിന് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. PROസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇനി നോക്കുന്ന ടോപ്പിക് മോഡൽസ് ഓഫ് HRM ആണ്. HRM മോഡൽസ് നമുക്ക് മെയിൻ ആയിട്ട് 4 മോഡൽസ് ആണ് വരുന്നത്. ഫോംബ്രൺ മോഡൽ, ഹെഡ്വേർഡ് മോഡൽ, ഗസ് മോഡൽ, ദവർട്ട് ട്രീ മോഡൽ. ഓക്കെ, മോഡൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫോംബ്രൺ മോഡൽ, ഈ മോഡലിൽ മെയിൻ ആയിട്ട് 4 ഫങ്ഷൻസ് ആണ് HRMൽ പറയുന്നത്. മെയിൻ ആയിട്ട് എത്ര ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്? 4 ഫങ്ഷൻസ് ആണ് പറയുന്നത്. സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ്, റിവാർഡ്. കറക്റ്റ് ആയിട്ട് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക, അവരുടെ അപ്രൈസൽ,
പെർഫോമൻസ് അപ്രൈസലാണ്. ഇവാലുവേഷൻ ആണ് അപ്രൈസലിന്റെ അർത്ഥം. ഡെവലപ്മെന്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഡെവലപ്മെന്റ് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കറക്റ്റ് ആയിട്ടുള്ള റിവാർഡ് നമ്മൾ കൊടുക്കണം. These four constitute components of HRM and are expected to be contribute to organizational effectiveness. അപ്പൊ നമ്മൾ ഈ 4 മോഡൽസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ അപ്രൈസൽ എന്ന് വെച്ചാൽ ഇവാലുവേഷൻ. നമ്മള് ഇവാലുവേഷൻ എന്ന് പറയുക ജോബ് ഇവാലുവേഷൻ. അത് നമ്മള് മെയിൻ ആയിട്ടുള്ള ഈ 4 മോഡൽസ് നല്ല രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ്, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഇനി അടുത്താണ് ഹഡ്വേർഡ് മോഡൽ. ഹഡ്വേർഡ് മോഡൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മോഡൽ ഓഫ് HR. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഹഡ്വേർഡ് മോഡൽ. ഹഡ്വേർഡ് മോഡൽ പേര് ഡിറൈവ് ചെയ്യാനായിട്ടൊരു കാര്യമുണ്ട്. വാസ് ഇനിഷ്യലി ഡെവലപ്ഡ് ബൈ സെവറൽ എക്സ്പേർട്ട് ലേഡ് ബൈ മൈക്കിൾ ബർ in 1984. അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഹഡ്വേർഡ് മോഡൽ ഡെവലപ്പ് ചെയ്തത്? ഹഡ്വേർഡ് യൂണിവേഴ്സിറ്റി. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത് കേട്ടോ. ഹഡ്വേർഡ് യൂണിവേഴ്സിറ്റി 1984 ഈ ഒരു മോഡല് ഡെവലപ്പ് ചെയ്തത്. ദ ഹഡ്വേർഡ് മോഡൽ ഈസ് ഓപ്പറേറ്റിംഗ് വിത്ത് 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ്. മെയിൻ ആയിട്ട് 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഫ്രണ്ട് മോഡലിൽ 3 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് ആണ് പറഞ്ഞതെങ്കിൽ ഹഡ്വേർഡ് മോഡലിനെ സംബന്ധിച്ച് 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് ആണുള്ളത്. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, then ഇൻട്രസ്റ്റ്, HRM പോളിസി, HRM ഔട്ട്കം ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ്. ഓരോന്നായിട്ട് പറയാം. സിറ്റുവേഷണൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ സിറ്റുവേഷൻ, നമ്മളിപ്പോ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന ആ ഒരു രീതിയിലാണോ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഓർഗനൈസേഷനും അതിന്റെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് സിറ്റുവേഷണൽ ഫാക്ടർ എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളുടെ എംപ്ലോയീസിന്റെ, നമ്മുടെ ഓണേഴ്സ്, എംപ്ലോയീസ്, മാനേജ്മെന്റ്, അങ്ങനെ വരുന്ന ഒത്തിരി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അവരുടെ ഇൻട്രസ്റ്റ് നമ്മുടെ കമ്പനിയുടെ HRM പോളിസി, കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ HRM പോളിസീസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും. പോളിസീസ് എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. HRM റിലേറ്റഡ് ആയിട്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ദെൻ HRM ഔട്ട്കം, നമ്മൾ ഓരോ എംപ്ലോയീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്കം കാര്യങ്ങള്. ദെൻ ലോങ് ടൈം കോൺസിക്വൻസ്. ഇപ്പൊ നമുക്ക് എംപ്ലോയീസിനെ ലോങ് ടൈം ബേസിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഇനി ഷോർട്ട് ടൈം സീസണബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ ആണെങ്കിൽ നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യില്ല. ജസ്റ്റ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ആ വർക്ക് ചെയ്യാനുള്ള ആ ഒരു നോളജ് മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഏത് മോഡലിൽ വരുന്നത്, ഹഡ്വേർഡ് മോഡലിൽ വരുന്നത്. ഇത് നല്ല രീതിയിൽ ഓരോ ഫാക്ടേഴ്സ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിലൂടെ നമുക്ക് HRM മാനേജ്മെന്റ് പോസിബിൾ ആകും എന്നാണ് ഹഡ്വേർഡ് മോഡൽ പറയുന്നത്. The Hudbird model is operating with the 5 significant components: situational factor, stakeholder interest, HRM policy, HRM outcome, and long-term consequence. The organization is set out to accomplish it. നമ്മുടെ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ഔട്ട്കംസ് കാര്യങ്ങൾ, നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫാക്ടേഴ്സ് നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയല്ല സ്റ്റേക്ക് ഹോൾഡർ. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസ് ആവാം, ഓണേഴ്സ് ആവാം, മാനേജ്മെന്റ് ആവാം. ഇവരുടെ എല്ലാം ഇൻട്രസ്റ്റ് നമ്മൾ പരിഗണിക്കണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കേസിൽ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ എന്ത് വരും, പരിഗണിക്കേണ്ടതായിട്ട് വരും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ആണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി, മാനേജ്മെന്റ്, ഓണേഴ്സ് എല്ലാവരും വരും അതിൽ. ക്ലിയർ ആണോ?
സ്വപ്ന ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഗസ്റ്റ് മോഡലിലേക്ക് വരാണെങ്കിൽ ദിസ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഗസ്റ്റ്. ആരാണ് ഓരോ മോഡലും ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് നോക്കണം. ഏത് ഇയർ ആണെന്ന് നോക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്ക് കേട്ടോ. ടെസ്റ്റ് ഉള്ളവരൊന്ന് മാർക്ക് ചെയ്തിട്ടേക്ക്. റഫ് നോട്ട് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ടെസ്റ്റിൽ തന്നെ റഫ് നോട്ട് എഴുതി വെക്കുന്നതായിരിക്കും നല്ലത്. ടെസ്റ്റ് കിട്ടുന്നത് വരെ നിങ്ങൾ റഫ് നോട്ട് എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. ഗസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ദിസ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഗസ്റ്റ് ആണ് ഇൻ 1997. ഒന്ന് ആലോചിച്ച് നോക്കി, 25 വർഷം മുമ്പാണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോ HR കേട്ട് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കേട്ട് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 3, ഒരു കൂടിപ്പോയ 5 വർഷം അല്ലെ? അന്ന് ആലോചിച്ചിട്ട് 25 വർഷം മുമ്പ് അവർ ഈ ഒരു മോഡലും കാര്യങ്ങളും ഇതൊക്കെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ അതിന്റെ ഇമ്പോർട്ടൻസ് 25 കൂടുതലുണ്ട്. 84 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് അതിനുണ്ട്. എന്നുവെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് അത്ര വാല്യുബിൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ കമ്പനീസ് ആണ് അത് തിരിച്ചറിയാൻ കുറച്ചും കൂടി വൈകിയത്. കാരണം നമ്മള് എന്താ പറയാ, നമ്മൾക്ക് അത്ര എംപ്ലോയീസിന് അത്ര വാല്യൂ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എംപ്ലോയീസ് ആണ് ഒരു കമ്പനിയുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ എംപ്ലോയീസ് ആണ് ഒരു കമ്പനിയുടെ അസറ്റ് എന്ന് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് കണ്ടെത്താൻ അറിയാൻ വേണ്ടിയിട്ട് കുറെ നാള് വൈകി എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഗസ്റ്റ് മോഡൽ ആണ്. ദിസ് മോഡൽ വാസ് developed by David Guest in 1997. This model emphasizes on assumption that the HR manager has the specific strategy to begin with, which demands certain practice, and when executed with the result is outcome. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ പറയുന്നത് നമ്മളുടെ ഡിമാൻഡ്സ് ആണ്. നമ്മളെ എംപ്ലോയീസിന്റെ ഡിമാൻഡ്സും സപ്ലൈനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓരോ എംപ്ലോയീസിന്റെ ഡിമാൻഡ്സും അവരുടെ ഔട്ട്കം, അവരുടെ റിസൾട്ടും എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇത് പറയുന്നത്. HR ആരംഭിക്കുന്ന സം സ്പെഷ്യൽ സ്ട്രാറ്റജീസ് ഉണ്ട്, പ്രത്യേക തന്ത്രങ്ങളുണ്ട്. അതിന് കുറച്ച് അസംഷനും അതേപോലെ തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദ ഔട്ട്കം ഇൻക്ലൂഡ് ബിഹേവിയർ പെർഫോമൻസ് റിലേറ്റഡ്. നമ്മൾ ഓരോ എംപ്ലോയീസിനെയും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഓരോ എംപ്ലോയീസിന്റെ ബിഹേവിയർ പെർഫോമൻസ് കാര്യങ്ങൾ നമ്മൾ നോക്കും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിവാർഡ്സ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ HR നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നത്. പെരുമാറ്റ പ്രകടനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിഫലനങ്ങളും റിലേറ്റഡ് ആണ് HR എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ബിഹേവിയർ പ്ലസ് അവരുടെ ഫിനാൻഷ്യൽ റിവാർഡ്സും റിലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടി നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ നമ്മുടെ കമ്പനി നല്ല രീതിയിലായിരിക്കും അവർക്ക് ട്രീറ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ റിവാർഡ്, ബോണസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്ത് നല്ലൊരു രീതിയിലായിരിക്കും കമ്പനി എന്ത് ചെയ്യുന്നത്, ആ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോ എംപ്ലോയീസിന്റെ ബിഹേവിയറും ഫിനാൻഷ്യൽ റിവാർഡ്സും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പൊ നല്ല രീതിയിൽ എംപ്ലോയീസ് നമ്മൾ മാനേജ് ചെയ്യുക എന്നതാണ് ഗസ്റ്റ് മോഡൽ പറയുന്നത്. വർവിക് മോഡൽ എന്ന് പറയുന്നത് the Warwick model was constructed by the researcher Chris Henry and Andrew M. Petrie at the University of Warwick in early 1990s ആണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത വ്യക്തികളുടെ പേര് ഏത് യൂണിവേഴ്സിറ്റി ആണ് ഡെവലപ്പ് ചെയ്തത്. ജസ്റ്റ് അത് മാത്രം നോട്ട് ചെയ്ത് പോയാൽ മതി. ഡെവലപ്ഡ് ഫ്രം ഹാർവാർഡ് മോഡൽ, ദ HRM ഫ്രെയിംവർക്ക് റെപ്രസെന്റ് ആൻഡ് അനലിറ്റിക്കൽ അപ്രോച്ച് ടു ദ HRM. നമ്മുടെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് HRM മോഡൽ ഈ ഒരു മോഡൽ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു വിശകലനാത്മകമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് വാർവിക് മോഡലിൽ പറയുന്നത്. നമുക്ക് മോഡൽ എന്താണെന്നോ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ഏതൊക്കെയാണ് ആ മോഡല്, ആരൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്തത്, അത് ഏത് വർഷമാണ് എന്ന് മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. ജസ്റ്റ് ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഏത് യൂണിവേഴ്സിറ്റി ആണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നമ്മൾ നോക്കിയത് ഓരോ മോഡൽസ് ആണ്, 4 മോഡൽസ് നമ്മൾ നോക്കി.
ഏതൊക്കെയാ മോഡൽസ് നോക്കിയത് നമ്മള്? സോംബ്രൺ മോഡൽ, ഹെഡ്വേർഡ് മോഡൽ, ഗസ് മോഡൽ, ബാർവിക് മോഡൽ, 4 മോഡൽസ് നമ്മൾ നോക്കി. ഇതില് ഞാൻ പറഞ്ഞ പോലെ ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM to help the organization to attain its goal effectively and efficiently by providing competent and motivated employees. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അറ്റൈൻ ചെയ്യണം, എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി അറ്റൈൻ ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്? നമ്മളുടെ എംപ്ലോയീസിന് നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള, നല്ല കഴിവുള്ള, നല്ല പ്രാപ്തി കഴിവുള്ള എംപ്ലോയീസിന്, നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓർഗനൈസേഷന്റെ സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. To utilize the available human resource effectively. നമ്മുടെ സ്ഥാപനത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുകയാണ് വേണ്ടത്. To provide organization with well trained and well motivated employees. നമുക്ക് നമ്മുടെ നല്ല ഒരു ഓർഗനൈസേഷൻ, വെൽ ട്രെയിൻഡ്, വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്ടറാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസും തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പൊ ടു ഇൻക്രീസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, നല്ല ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉള്ള പ്രോപ്പർ ആയിട്ട് റിമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, അതുവഴി നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെറുപ്പത്തിൽ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഓഫ് ഹൈറാർക്കി തിയറി പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. എബ്രഹാം മാസ്ലോയുടെ നീഡ് ഓഫ് ഹൈറാർക്കി. ഓക്കെ, അതിനൊരു നീഡ് തിയറി ഉണ്ട്. ഓരോ വ്യക്തിക്ക് സംബന്ധിച്ച് അവർക്ക് ഓരോ നീഡ്സിന്റെയും ഏറ്റവും ടോപ്പിലുള്ള നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ഏറ്റവും ടോപ്പിൽ, നമ്മുടെ ഏറ്റവും ടോപ്പിൽ ആഗ്രഹം തന്നെയാണ് ഇത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പൊ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ, നമ്മൾ ആ ഒരു ആക്ച്വലൈസേഷൻ, ആ എക്സ്റ്റീമിലേക്ക് എത്താണ് വേണ്ടത്. നമ്മളിപ്പോ പ്രമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓർമ്മയില്ല, കുഴപ്പമില്ല, ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ അറ്റൈൻ ചെയ്യുക, നമ്മളുടെ സംതൃപ്തി അത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ലൈഫ്. നമ്മുടെ വർക്ക് ലൈഫ് ഉണ്ടല്ലോ, വർക്കിംഗ് എൻവയോൺമെന്റ്, ഓർഗനൈസേഷന്റെ അകത്തുള്ള വർക്കിംഗ് എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഏതൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും നമ്മളൊരു ബെസ്റ്റ്, ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. 6th പോയിന്റ്, ടു കമ്മ്യൂണിക്കേറ്റ് HR പോളിസി ടു ഓൾ എംപ്ലോയീസ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു HR പോളിസീസ് ഉണ്ട്. നമ്മൾ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പനിക്ക് HR പോളിസീസും കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ എംപ്ലോയീസിനോട് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മുടെ എംപ്ലോയീസ് ഫുൾ എസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റും. To increase to the fullest the employees job satisfaction and self-actualization. Employees in job satisfaction attain ചെയ്യാനായിട്ട് പറ്റും. അതുവഴി സെൽഫ് ആക്ച്വലൈസേഷനും നമ്മുടെ ഏറ്റവും എക്സ്ട്രീം നീഡ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. എല്ലാവരും ഈ മോഡൽസ് പ്ലസ് ആ ഒബ്ജക്റ്റീവ്സ് ഒന്ന് റീഡ് ചെയ്തേ.
മോഡൽസും റീഡ് ചെയ്ത് കഴിഞ്ഞോ? രണ്ടും റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ആൻഡ് മോഡൽസ്. എല്ലാവരും റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണോ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്യാരക്ടർ. ഫസ്റ്റ് എച്ച് ആർ എം റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സിനെ, പീപ്പിൾസിനെ എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട് ഹയർ the people to fill up the vacant position of the organization. നമ്മളുടെ വേക്കന്റ് ആയിട്ടുള്ള പൊസിഷൻസ് റിക്രൂട്ട് ചെയ്യുക, അല്ലാതെ ഫില്ല് ചെയ്യുക. റൈറ്റ് എംപ്ലോയിനെ റൈറ്റ് പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുകയാണ് ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ട് വരുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് നമ്മൾ വേക്കന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഫില്ല് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യും. സെലക്ഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെലക്ഷൻ ടെസ്റ്റും ഇന്റർവ്യൂസും കണ്ടക്ട് ചെയ്ത് അതിലൂടെ കടന്നു വരുന്നവർക്ക് മാത്രമാണ്, പാസ്സാകുന്നവർ മാത്രമാണ് നമ്മൾ ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. HRM takes various tests and interview to select the people. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളും ഇന്റർവ്യൂസും കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ HRM എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുന്നത്. നമ്മളിങ്ങനെ വ്യക്തിയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ communicate with the top management, HRM ഡിപ്പാർട്ട്മെന്റ്, പോളിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള, സ്ട്രാറ്റജിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. HRM tries to communicate with the top management in helping to formulate strategies to achieve organizational goal. ഇതിനു വേണ്ടിയിട്ടാണ് ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് അത് വഴി ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് സ്ട്രാറ്റജീസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർമുലേറ്റ് ചെയ്യാനും നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ അറേഞ്ച് ട്രെയിനിങ്. നമ്മൾ റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ട് അവരുടെ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക. HRM gives or arrange training program to improve the skill of the employees. നമ്മുടെ എംപ്ലോയീസിന്റെ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യുക. ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. നമ്മളെ എംപ്ലോയീസിന് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു, അവരെ റൈറ്റ് പൊസിഷനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തു. ദെൻ നമ്മൾ അവരുടെ പെർഫോമൻസ് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ്. HRM ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്. നമ്മൾ ഓരോ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ഓൺ ദിസ് ഇവാലുവേഷൻ എംപ്ലോയി ഗെറ്റ് പ്രൊമോട്ടഡ്. ഈ വാലുവേഷന്റെ ബേസിലാണ് നമ്മൾ എംപ്ലോയിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഹയർ പൊസിഷനിലേക്ക് മാറ്റുന്നത്. പ്രൊമോട്ട് ചെയ്യുന്നത്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. ദെൻ ആണ് എക്സിസ്റ്റ് ഇന്റർവ്യൂ. എക്സിസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു എംപ്ലോയി ജോബ് ക്വിറ്റ് ചെയ്യുന്ന സമയത്ത്, എംപ്ലോയി ജോബ് വേണ്ട എന്ന് പറയുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് താങ്കൾ പിരിഞ്ഞു പോകാൻ ഇഷ്ടപ്പെടുക, കാരണം എന്ന് ചോദിച്ച് അവരോട് ഡീറ്റെയിൽസും കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. HRM take assist interview when an employee quit his job. ആ എംപ്ലോയി ആ ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്.
കളക്ട് വേരിയസ് സജഷൻസ്. നമ്മൾ വേരിയസ് ആയിട്ടുള്ള സജഷൻസ് കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യും. എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് അവർക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സജഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മൾ ഫ്രണ്ട്ലി കിട്ടുകയും ചെയ്യും. Then helps the organization top management to implement various techniques. Top management പോളിസീസും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആർക്കാണ് പറ്റുന്നത്? HR ഡിപ്പാർട്ട്മെന്റിനാണ്. എംപ്ലോയീസിനെ കൊണ്ട് ആ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ആർക്കാണ് പറ്റുക? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. HR helps the organizational top management in implementing various techniques to help the organization to go ahead. നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെക്നിക്സും കാര്യങ്ങളും നടപ്പിലാക്കുന്നത് ആരാണ്? HR മാനേജർ ആണ്. അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്സ്. നമ്മൾ എംപ്ലോയീസിന്റെ നോളജും പാർട്ടിസിപ്പേഷനും കൂട്ടാൻ വേണ്ടിയിട്ട് വേരിയസ് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാറുണ്ട്. Arrange meetings. HR arranges various meetings and seminars to discuss the problems that employees face in the organization. നമ്മുടെ ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ എംപ്ലോയീസിന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മീറ്റിംഗ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HR ഡിപ്പാർട്ട്മെന്റിനാണ്. ടേക്ക് വേരിയസ് പ്രിപ്പറേഷൻസ്. നമ്മള് പ്രിപ്പറേഷൻസ് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണമല്ലോ. കറക്റ്റ് ഹയറിംഗ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രിപ്പറേഷൻസും കാര്യങ്ങളും എടുക്കണം. HR takes various precaution to prevent neglect hiring. തെറ്റായിട്ടുള്ള അശ്രദ്ധ ആയിട്ടുള്ള ഹയറിംഗ് സെലക്ഷൻസും കണ്ടക്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എടുക്കണം. Give job specification of the employee. ഒരു എംപ്ലോയി എന്ത് ജോബാണ് ഓർഗനൈസേഷനിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. HR give the job specification of every employee and the requirements that employee needed to do. അപ്പോൾ do it. നമ്മൾ ആ ജോബിനെ കുറിച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും പറയണം. അതെങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ എംപ്ലോയീസ് പറയണം. ജോബ് എൻറിച്ച്മെന്റ്. ചില സമയങ്ങളിൽ ജോബ് റൊട്ടേഷൻസ്, ജോബ് എൻറിച്ച്മെന്റ്, ജോബ് എൻലാർജ്മെന്റ് കാര്യങ്ങളും എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ എംപ്ലോയീസിനെ പിരിച്ചുവിടേണ്ടി വരും. മോശമായിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനെ ചിലപ്പോൾ നമ്മൾ പിരിച്ചുവിടേണ്ടതൊക്കെ ആയിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ജോബ് റൊട്ടേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന ജോബിൽ നിന്ന് നമ്മൾ മാറ്റി മറ്റൊരു ജോബിലേക്ക് പ്ലേസ് ചെയ്യും. ഇതെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. HR ടെസ്റ്റ് വേരിയസ് ജോബ് എൻറിച്ച്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബിന് കുറച്ചുകൂടി ഡ്യൂട്ടീസും കാര്യങ്ങളും അസൈൻ ചെയ്ത് കൊടുക്കാം. ആൻഡ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. അവർക്ക് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HRM-നാണ്. HR ഡിപ്പാർട്ട്മെന്റിനാണ്. ദെൻ നമ്മള് എംപ്ലോയീസ് അല്ലെങ്കിൽ ലേബേഴ്സും മാനേജ്മെന്റ് ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. ലേബേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. നമ്മുടെ ലേബേഴ്സും മാനേജ്മെന്റ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അവർ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുന്നിൽ നിന്ന് സോൾവ് ചെയ്യുന്ന ഉത്തരവാദിത്തം മാത്രമാണ് നമ്മൾ HR മാനേജർക്കാണ്. HRM gives support to develop and maintain the coordinate relationship between the labor and management. നമ്മുടെ ലേബേഴ്സും മാനേജ്മെന്റും തമ്മിൽ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യണം? HR ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയുമാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ലാസ്റ്റ് പറഞ്ഞത് കുറച്ച് സ്പീഡ് ആയിട്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടി ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഒന്നും കൂടി പറഞ്ഞു പോകാം. എനിക്കറിയാം ഞാൻ ടൈം ആയപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് സ്പീഡപ്പ് ആയിട്ടാണ് ക്ലാസ്സിന്റെ ടോപ്പിക് എടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് HR മുതൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഫങ്ഷൻസിലേക്ക് മൂവ് ആവുള്ളൂ. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുമ്പോ ഡൗട്ട് വരുമ്പോ ഒക്കെ എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ.
ഓക്കെ. അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു.